പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പോളിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഫോം N13 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. ത്രിതലം ലളിതത്തിന്റെ 11ാം അധ്യായം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 4 പേജിൽ നിന്ന് അത് 2 പേജായി ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഏത് തദ്ദേശ ഭരണ സ്ഥാപനമാണെന്നും ഏത് വാർഡ് അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിലേതാണെന്നും അതിൻ്റെ പേരും രേഖപ്പെടുത്തി കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിനായി പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പേരും പോൾ നടക്കുന്ന തീയതിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. 4ാമത്തെ ചോദ്യം, പോളിംഗ് ഓഫീസേഴ്സിന് പ്രിസൈഡിംഗ് ഓഫീസർ ലോക്കലായി നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഇല്ല എന്നാണ് ഉത്തരം നൽകേണ്ടത്. 5ാമത്തേത്, അതുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങളാണ്, നിയമിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. അത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് മറുപടി നൽകാവുന്നതാണ്. ഫോം N13 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 5ാമത്തെ ചോദ്യം പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ 4 ഭാഗങ്ങളുണ്ട്. A, B, C, D എന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. എയിൽ കൺട്രോൾ യൂണിറ്റിന്റെ വിവരങ്ങളും, ബിയിൽ ബാലറ്റ് യൂണിറ്റിന്റെ വിവരങ്ങളും, സി ഗ്രീൻ പേപ്പർ സീലിന്റെ വിവരങ്ങളും, ഡിയിൽ സ്ട്രിപ്പ് സീൽസിന്റെയും വിവരങ്ങളുമാണ് രേഖപ്പെടുത്തേണ്ടത്. 6ാമത്തെ ചോദ്യം പോളിംഗ് ഏജന്റുമാരെ കുറിച്ചാണ്. എത്ര പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചു, അതിൽ എത്ര പേർ മോക്ക് പോളിൽ പങ്കെടുത്തു, എത്ര പേർ പോളിംഗ് അവസാനിക്കുമ്പോൾ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 7ാമത്തെ ചോദ്യം ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളെ കുറിച്ചാണ്. എത്ര ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളാണ് 3 തലത്തിലേക്കും നൽകിയത് എന്നത് സംബന്ധിച്ചും എത്ര ബാലറ്റുകളാണ് ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ചും കൃത്യമായ രേഖപ്പെടുത്തലുകൾ വേണം. 8ാമത്തെ ചോദ്യം വോട്ടർമാരുടെ കണക്കിനെ കുറിച്ചാണ്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് അസൈൻഡ് ടു ദ പോളിംഗ് സ്റ്റേഷൻ എന്ന ചോദ്യത്തിന് ഉത്തരമായി വോട്ടർ പട്ടികയിലെ ആകെ വോട്ടർമാരിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് നൽകിയത് കഴിച്ചുള്ള സംഖ്യയാണ് രേഖപ്പെടുത്തേണ്ടത്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ ആകെ വോട്ടർമാരുടെ എണ്ണവും അത് പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ തിരിച്ചുമുള്ള എണ്ണം രേഖപ്പെടുത്തേണ്ടതുണ്ട്. EVM-ലെ വോട്ടുകളുടെ എണ്ണത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമുള്ള വോട്ടുകളുടെ പ്രത്യേകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയുടെ 2ാം പുറത്തിൽ 10ാമത്തെ ചോദ്യം ചലഞ്ച് വോട്ടുകളെ കുറിച്ചാണ്. എത്ര ചലഞ്ച് വോട്ടുകൾ അംഗീകരിച്ചുവെന്നും എത്ര എണ്ണം നിരാകരിച്ചുവെന്നും അതിൻ്റെ ഭാഗമായി എത്ര പണം കണ്ടുകിട്ടിയെന്നും അവിടെ രേഖപ്പെടുത്തണം. 11ാമത്തെ ചോദ്യം അന്തരാവസരമായ വോട്ടർമാർക്കൊപ്പം വന്ന സഹായികളുടെ എണ്ണത്തെക്കുറിച്ചാണ്. 12ാമത്തേത് ഡിക്ലറേഷൻ നൽകി വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചാണ്. എത്ര പേർ ഡിക്ലറേഷൻ നൽകി വോട്ട് രേഖപ്പെടുത്തിയെന്നും എത്ര പേർ ഡിക്ലറേഷൻ നൽകാൻ വിസമ്മതിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയെന്നും ഇവിടെ കാണിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വോട്ടറുടെ വയസ്സിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ മാത്രമേ ഈ ഡിക്ലറേഷൻ വാങ്ങേണ്ടതുള്ളൂ. അല്ലാതെ എല്ലാ വോട്ടർമാരിൽ നിന്നും ഈ ഡിക്ലറേഷൻ വാങ്ങേണ്ടതില്ല. 13ാമത്തെ ചോദ്യം പോൾ മാറ്റിവെക്കപ്പെട്ട സന്ദർഭത്തെക്കുറിച്ചാണ്. അവിടെ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഉത്തരം നൽകേണ്ടത്. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അത് സംബന്ധിച്ച് ഒരു ചെറു വിവരണം തൊട്ടു താഴെയായി രേഖപ്പെടുത്തണം. 14ാമത്തെ ചോദ്യത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗത്ത് 6 മണിക്ക് എത്ര സ്ലിപ്പുകൾ വോട്ടർമാർക്ക് നൽകി എന്നുള്ളത് സംബന്ധിച്ചും 2ാമത്തെ ഭാഗത്ത് എത്ര മണിക്കാണ് പോൾ അവസാനിപ്പിച്ചത് എന്നത് സംബന്ധിച്ചുമാണ്. 15ാമത്തെ ചോദ്യം വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ഒരു കണക്കാണ്.
ഓരോ മണിക്കൂറിലും ആ കണക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചാൽ 8 മണി വരെ എത്ര വോട്ടുകൾ ചെയ്തു എന്നും തുടർന്ന് 9 മണി വരെയും അങ്ങനെ 6 മണി വരെ ഓരോ മണിക്കൂറിലും എത്ര വോട്ട് ചെയ്തു എന്ന് രേഖപ്പെടുത്തണം. ഇവിടെയുള്ള കണക്ക് ക്യുമുലേറ്റീവ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ 2 സമയത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളെ കുറിച്ചല്ല. ഇവിടെ 3 PM എന്ന് രേഖപ്പെടുത്തിയതിന് താഴെ പോളിംഗ് തുടങ്ങി 3 മണി വരെ രേഖപ്പെടുത്തിയ ആകെ വോട്ടുകളുടെ എണ്ണമാണ് കാണിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ രണ്ടാം പുറത്തുള്ള 16 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ, ഇലക്ഷൻ ഒഫൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അതാത് ചോദ്യങ്ങൾക്ക് ആവശ്യമായ ഉത്തരം പ്രിസൈഡിംഗ് ഓഫീസർമാർ നൽകേണ്ടതുണ്ട്. ഒന്നുകിൽ ഇല്ലെങ്കിൽ നോ എന്നോ നിൽ എന്നോ ഒക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതു കഴിഞ്ഞ് സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർമാർ ആ ഡയറിയിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ത്രിതലം ലളിതത്തിന്റെ 11-ാം അധ്യായത്തിൽ ഫോം N13 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് വിശദീകരിച്ചത്. വ്യക്തമായിരിക്കുമെന്ന് കരുതുന്നു. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.